Welcome. Our Anveshwin Kandatham is presenting by Udley Films, Sarigama in association with Theatre of Dreams. അപ്പോൾ നമുക്ക് പടം തിയേറ്ററിലേക്ക് എത്തുകയാണ് on February 9th. അപ്പോൾ the crew is joining me. എന്നെ ജോയിൻ ചെയ്യുന്നു our dear favorite ടൊവിനോ ചേട്ടൻ, ടൊവിനോ തോമസ്. Please give him a big hand. And നമ്മുടെ director ഡാർവിൻ ചേട്ടൻ, ഡാർവിൻ കുര്യാക്കോസ് is joining us. And the writer ജിനു ചേട്ടൻ is also joining us. രാഹുൽ രാജഗോപാൽ, വിനീത് തട്ടിൽ and പ്രമോദ് തട്ടിൽ. So welcome all. അപ്പോൾ ആദ്യമേ ഞാൻ ക്യാപ്റ്റൻ ആണ് ആദ്യമേ സംസാരിക്കുന്നത്. To the director first. So ഡാർവിൻ please. ഹായ്, ഫെബ്രുവരി 9 നാളെ നമ്മുടെ പടം റിലീസാവുകയാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഒരു എഡ്ജോർസി ത്രില്ലർ അങ്ങനെയല്ല, ഒരു ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ ലൈഫും അവരുടെ അവരിലൂടെ പോകുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഓവർ എക്സ്പെക്ടേഷൻസോ അല്ലെങ്കിൽ ഒരു മാസ് ത്രില്ലറൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ വളരെ കൂളായിട്ട് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വന്നാൽ നിങ്ങളെ നിരാശപ്പെടുത്താത്ത വളരെ രസമുള്ള ഒരു സിനിമ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസ് വേഷത്തിലാണ് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് പടത്തില്. സിനിമ നല്ലതായിരിക്കും. അത് ഞാൻ പോലീസ് വേഷം ഇടുന്നതല്ല സിനിമയുടെ ഹൈലൈറ്റ്. സിനിമയുടെ ഹൈലൈറ്റ് അതിൻ്റെ കഥയും അത് പ്രസന്റ് ചെയ്യുന്ന രീതിയും ഒക്കെയാണ്. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഈ സിനിമയുടെ നമുക്ക് എല്ലായിടത്തും ഇല്ലാത്ത റിസപ്ഷനും നമ്മൾ ഈ സിനിമയെ പറ്റിയിട്ട് നമ്മുടെ പ്രതീക്ഷകളും വളരെ സന്തോഷമുള്ള പ്രതീക്ഷകളാണ്. നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്ത ഒരു സിനിമയാണ്. സിനിമയും നന്നായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുവരെയും തോന്നുന്നത്. തീർച്ചയായിട്ടും അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് കണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇത്തരമാണ് ഈ സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത്. മുമ്പ് ഞങ്ങൾ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ജനിച്ചിട്ട് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് അന്വേഷണത്തിന്റെ മാത്രം കഥയല്ല, അന്വേഷകരുടെയും കൂടെ കഥയാണ്. ആ അന്വേഷകരാണ് വിനീതനും രാഹുലും ഞാനും പ്രമോദനും ഒക്കെ. നമ്മളുടെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ ലൈഫിനെ എങ്ങനെ നമ്മൾ അന്വേഷിക്കുന്ന കേസുകൾ അഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അതിനെ മാറ്റുന്നു എന്നൊക്കെ പറയുന്നതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാഗരിക അത് പറയുക. താങ്ക് യു. സോ ഇതിന്റെ റൈറ്റർ ജിൻചേട്ടൻ നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട്. ജിൻചേട്ടൻ ഇതിന്റെ ഒരു ത്രെഡും കാര്യങ്ങളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇന്റർവ്യൂസിലൊക്കെ. അപ്പോൾ ജിൻചേട്ടൻ അപ്പോൾ നാളെ പടം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. അതുപോലെ ജിൻചേട്ടൻ്റെ റൈറ്റിംഗ് ഞങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ജിൻചേട്ടൻ എന്താ പറയാനുള്ളത്? അതിപ്പം ഡാർവിനും ടോവിനോയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. നിങ്ങളെ നിരാശരാക്കാത്ത ഒരു സിനിമയായിരിക്കും, ഒരു ക്വാളിറ്റി സിനിമയായിരിക്കും. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതും. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളെ ബോറടിപ്പിക്കാത്തൊരു സിനിമ കൂടായിരിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും. കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടി തരാം. പിന്നെ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. രാഹുൽ, പോലീസ് നിങ്ങൾ ഈ അന്വേഷണത്തിൽ ഒരു ഭാഗം ഒരാളായിട്ടാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു ജേർണി? ഏകദേശം ഷൂട്ട് 65 ദിവസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. അത് വളരെ ആത്മാർത്ഥമായിട്ട്, കാരണം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമ്മൾ 65 ദിവസം വളരെ കംഫർട്ടബിളായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ബാക്കി നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കുമെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ബാക്കി നാളെ നിങ്ങൾ കണ്ടിട്ട് പറയുക. പടം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. താങ്ക് യു. വിനീതേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഒരു ജേർണി? പിന്നെ എല്ലാവരും പോലെ തന്നെ നമ്മളും വളരെ പ്രതീക്ഷിതരാണ് നാളെ സിനിമ കാണാൻ. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര എഫക്റ്റുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അത് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ പിന്നെ കാണാം. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഫുൾ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ചെറിയ വേഷങ്ങളൊക്കെ എല്ലാ സിനിമയിലും ചെയ്യാറുള്ളത്. ഒരു സിനിമ മാത്രം നമ്മൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ സിനിമയിൽ എൻ്റെ. അപ്പോൾ വളരെ പ്രതീക്ഷയിൽ നിൽക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. പ്രമോദിന്റെ അടുത്ത് പറയാൻ നീ അടുത്ത് ലാസ്റ്റ് വന്നേ ചോദിക്കാൻ പാടുള്ളൂ. അപ്പം പ്രമോദേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷം. എന്താ പറയുക, ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമയെ സമീപിച്ചത്. ഈ സിനിമ ഞങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി തയ്യാറായത് ഒത്തിരി പ്രതീക്ഷ വെച്ചാണ്. കൂടുതലായൊന്നും പറയുന്നില്ല.
വളരെ നല്ല സിനിമയായിരിക്കും. ഞാൻ ഒന്നാമത് തള്ളിൻ്റെ ആളാന്ന് പറയുന്നതുകൊണ്ട് തള്ളുകൾ കുറയ്ക്കുകയാണ്, വായടക്കുന്നു, പണിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതുകൊണ്ട് നല്ല സിനിമയായിരിക്കും. നിങ്ങളെ ആരും നിരാശപ്പെടുത്തില്ല, ഞങ്ങളെ നിരാശപ്പെടുത്തരുത്, അത്രേ പറയാനുള്ളൂ. ബാക്കിക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. ഭയങ്കര, അതായത് നമ്മളെ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആണ് ഒരു മൂവി. ബട്ട് ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ടേഴ്സ് മെസ്സേജ് ആണ്. ഡയറക്ടർ എങ്ങനെയാണ് ആ പടം ഓഡിയൻസ് എങ്ങനെ എടുക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ, ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ കാരണം അന്വേഷിപ്പിക്കും കണ്ടെത്തും ചെയ്തപ്പോൾ എന്താണ് ഒരു നമ്മൾ വെക്കേണ്ട ഒരു ലിമിറ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇത് എൻജോയ് ചെയ്യേണ്ടത്, ഒരു ഡയറക്ടേഴ്സ് വേർഡ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു ലിമിറ്റും ഇല്ലാതെ തിയേറ്ററിൽ വന്ന് വളരെ കൂളായിട്ട് വന്ന അവർക്ക് ഒരു ലിമിറ്റ്സും ഇല്ലാതെ അവർ ഭയങ്കര എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമയായിരിക്കും. അല്ലെങ്കിൽ ഇന്ന ജോണോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻസ് ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡയറക്ടറുടെ അടുത്താണ്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇതൊരു നടന്ന ക്രൈം കൂടിയല്ല, നടന്ന് കുറേ നാളുകൾക്ക് ശേഷം റിവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന ഒരു ക്രൈം റിലേറ്റ് ചെയ്ത് ഒരു കഥയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ തോന്നിയാണ്. അപ്പം ഒരു ക്രൈം ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്തതിനേക്കാളും പാടാണ് ഒരു എപ്പോഴോ നടന്നൊരു ക്രൈം അത് പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഒരു തോട്ടിലേക്ക് എന്താണ് വരാൻ കാരണം? ഇത് ശരിക്കും എൻ്റെ തോട്ടല്ല, നിസാറിൻ്റെ തോട്ടാണ്. ഇത് അങ്ങനെ ഒരു കുറേ നാളുകൾക്ക് മുമ്പ് നടന്നൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു പോലീസ് ഓഫീസർ, ഒരു SI അയാളുടെ സർവീസ് പീരീഡിൽ അന്വേഷിക്കുന്ന ഒരു മർഡർ കേസാണ്. ഇത് അയാൾ അന്വേഷിക്കുന്ന കേസുകളിൽ പെടുന്ന ഒരു കേസ് മാത്രമാണ്. അല്ലാതെ ഇത് റൈറ്റിംഗ് ടൈമിലാണ് അതിൻ്റെ ഒരു മറ്റേ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അതാണ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് കഥാപാത്രമായിട്ട് അന്വേഷണം നടത്തുന്ന ട്രെയിലർ കൺഫ്യൂം ചെയ്തു. ശരിക്കും അതാണോ ഈ കഥ മീറ്റ് ചെയ്യാൻ? അല്ല, ബേസിക്കലി എൻ്റെ കഥ കേട്ടപ്പോൾ നല്ല കഥയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ഒരു മാസ് മസാല അല്ലെങ്കിൽ ആക്ഷൻ ഒരു പക്ക ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഓരോ സിനിമയ്ക്കും ഓരോ പർപ്പസ് ഉണ്ടല്ലോ. ഇത് ഇങ്ങനൊരു സിനിമയാണ്. അത് വെച്ച് മാസ് മസാല സിനിമകൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അങ്ങനത്തെ സിനിമകൾ നല്ല കഥയൊക്കെയാണെങ്കിലും ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ. ഈ സിനിമ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇമോഷണൽ ജേർണിയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടും ഒക്കെ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. നോർമലി ഇങ്ങനെ ഒരു ക്രൈം സീരീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു റിസർച്ച് ഉണ്ടാവും. ഈ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം ഉണ്ടാവും? അല്ല, ഇങ്ങനൊരു ഈ ജോണറിൽ ഒരു സിനിമ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്യണമെന്നുള്ള എൻ്റെ തോട്ടിന് ഏകദേശം എൻ്റെ ഒരു ചിന്തയ്ക്ക് ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്. 2014 ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവണം. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഴയ കാലഘട്ടത്തിലെ ഇൻവെസ്റ്റിഗേഷനും പോലീസുകാരുടെ രീതികളും അവരുടെ കുറ്റാന്വേഷണ മെത്തേഡുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് 2014. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളോടും അത് പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് പക്ഷേ എനിക്കറിയില്ല എങ്ങനെ എത്തുമെന്നുള്ളത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ നമ്മൾ കണ്ടുവരുന്ന യൂഷ്വൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ നിന്നും ഇതിനെ വ്യത്യാസപ്പെടുത്താമെന്നുള്ള ഒരു ആലോചനയും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ 2020 ഞാനിതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു 6 വർഷത്തെ കാലം എനിക്ക് എൻ്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയ ശേഷമാണ് ഞാൻ റൈറ്റിംഗ് ആരംഭിച്ചത്. അപ്പം അതിൻ്റെ ഒരു ന്യൂനസ് ഇതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലാർജ് ദാൻ ലൈഫ് എന്ന് പറയാം. ഒരു ഫുൾ ഇന്റർവ്യൂ ചോദിക്കാൻ പറ്റില്ല. അത് ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഡിസ്കഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജിനിച്ചേട്ടനായിട്ടും ഡാർവിൻബ്രോയായിട്ടും ഞങ്ങൾ കുറേ ഡിസ്കഷനുകളിൽ ഇരുന്നതാണ്. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്കൊരു സമയം ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഇവരിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കാര്യം ഇത്രയും വർഷം എന്നേക്കാൾ കൂടുതൽ പക്ഷേ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവരായിരുന്നിട്ടുണ്ടാവും ഈ ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ഇവർ തന്ന ആ ഇൻഫർമേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനും കുറെ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ശാരീരികമായിട്ടോ അങ്ങനെയൊന്നും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമയല്ല ഇത്. ഇത് മാനസികമായിട്ടാണ് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറാനായിട്ട്, ആ ക്യാരക്ടറിനെ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നോടാണ് കണ്ണൂർ സ്ക്വാഡിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെയും സ്വീകരിക്കാം. കണ്ണൂർ സ്ക്വാഡിന് ശേഷം വരുന്ന സിനിമകൾ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെയും സ്വീകരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ലാതെ നിങ്ങൾക്ക് എന്താണ് അതിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്നുള്ളത്. ഓരോ സിനിമയും ഓരോ തരമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഡയറക്ട് ചെയ്തിട്ടുള്ള റോബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൻ്റെ എഴുതിയ റോണിച്ചേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2018 സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നേ അത് അടിപൊളിയായിരിക്കും എന്ന് റോണിച്ചേട്ടനോട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ കഥയും എനിക്കറിയാവുന്ന കാരണം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അത് രണ്ടും തമ്മിൽ അങ്ങനെ ബാലൻസ് ഡ്രോ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെയും അന്വേഷകരുടെയും കഥ അതിലുമുണ്ട് ഇതിലുണ്ട്. പക്ഷെ ഇത് വേറൊരു സിനിമയാണ്. നിങ്ങൾ അതിനെ മറ്റ് സിനിമകളുടെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ബെഞ്ച് മാർക്കുകളിൽ നിന്ന് അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇതിന് ഈ സിനിമയായിട്ട് ഒന്ന് കണ്ടുപോകും. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പറയുന്നത് ചോദിക്കാം. അപ്പം നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ഇപ്പൊ സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ, ഒരു സിനിമ ഇറങ്ങുവാണ്, അതൊരു എന്താ പറയുക, ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡയറക്ടർ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇറങ്ങിയ സിനിമയുടെ ചെറിയൊരു സമയം ഉണ്ടാവാം. ഉടനെ ഇത് ആ സിനിമയായിട്ട് സാമ്യമുണ്ട്, ഇത് അങ്ങനെ ഒരു സിനിമയാണ്, ഇന്ന സിനിമയുടെ അഡാപ്ഷൻ ആണ് ഇത്, അങ്ങനെ പറഞ്ഞിട്ട് അത് എന്താ പറയാ, ഒരു സിനിമയുടെ അതേ കോപ്പി ആണെന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തുന്ന സിനിമ ഒന്നിന്റെയും കോപ്പി അല്ല. ഇത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു തോന്നുമായിരിക്കും. പക്ഷെ മറ്റൊരു സിനിമയെ കോപ്പി അടിച്ചാലും തോന്നില്ല, ഉറപ്പായിട്ടും തോന്നില്ല. പുള്ളിക്ക് ഒരു കസേരയിട്ട് ഇവിടെ എടുത്തു. നിങ്ങളൊന്നും ചോദിക്കില്ല. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഒന്നിനോടൊന്നിനും സാമ്യം തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഒരിക്കലും കണക്റ്റഡ് ആവരുത് എന്ന് ശ്രമിക്കുക. ഒരു ആക്ടർ എപ്പോഴും അവരോട് ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോവിനോ എന്നൊരു ആക്ടർ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. എങ്ങനെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നത്? ഞാൻ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക, നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ അറിഞ്ഞിട്ടാണ്, ഇതിപ്പോൾ 1980s ഒരു പീരീഡ് ആണല്ലോ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീക്രിയേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ ആ ഒരു ടൈം പീരീഡിൽ ഈവൻ അവരുടെ നമ്മളൊരു വാക്കിംഗ് സ്റ്റൈലിൽ വരെ വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തതും അപ്പോഴത്തതും. അങ്ങനെ ഓരോ ഇപ്പം ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റീക്രിയേഷൻ എത്രത്തോളം ഒരു ചലഞ്ച് ആയിരുന്നു അത് ആസ് ആക്ടർ ആൻഡ് ഓൾസോ ആ സെറ്റ് റീക്രിയേഷൻ, ഇത് എങ്ങനെയായിരുന്നു? ഈ 80s 90s ആണ് നമ്മൾ ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്ന കാലഘട്ടങ്ങൾ. അപ്പം അതിൽ നമ്മൾ ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മകളൊന്നും അങ്ങനെ നമ്മുടെ ഓർമ്മകളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമകളും അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ റെഫറൻസുകൾ. ആ കാലഘട്ടമായിട്ട് മാക്സിമം നമ്മൾ ആ കാലഘട്ടത്തിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും 80s 90s സിനിമകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്. ആസ് എൻ ആക്ടർ അതെങ്ങനെയായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ നമ്മളുടെ ഐ മീൻ ആക്ടിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഈവൻ മാനേഴ്സും നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഈ ലാംഗ്വേജിന് വരെ ഒരു ഫിൽറ്ററിങ് വന്നിട്ടുണ്ടല്ലോ ഇപ്പം ഇങ്ങോട്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? അതും നമ്മൾ ഓരോ ഷോട്ടിന് മുമ്പ് ഓരോ സീനിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചില മാനേഴ്സുകളുണ്ട്, പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാനേഴ്സുകൾ. പിന്നെ ലുക്കിനാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഇല്ലാത്ത അങ്ങനത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായത് കാരണം കൊണ്ട് അതിലെ ആ ഒരു പഴമ ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുമായിരിക്കും. അപ്പം അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്.
ഉറപ്പല്ലേ? 100%. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറൊന്നുമില്ല. അത് ഞങ്ങളങ്ങനെ ഷൂട്ട് കഴിഞ്ഞിങ്ങനെ എനിക്ക് ലൈറ്റപ്പൊക്കെ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ പാത്രം മെഡലിട്ട് കിടന്നു. അങ്ങനെ ആദ്യമൊന്നും ഞെട്ടിയത് എൻ്റെ പടി കിടക്കുന്നു. സന്തോഷമായി. അത് ആരെടുത്ത ഫോട്ടോ ഞാനെടുത്ത് തന്നെ ആരെടുത്താണ്. അത് വളരെ സന്തോഷം. അത് ഞാൻ പിന്നെ എന്തെങ്കിലും കിട്ടി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ബന്ധം മുന്നോട്ട് പോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാണ് എന്തോ. ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ക്രിക്കറ്റ് കളിച്ചു, ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തു. ഈ സിനിമയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിനിമയുടെ നാളത്തെ വെർഡിക്ട് എന്തോ ആയിക്കോട്ടെ, ഈ സിനിമ ചെയ്തത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പുതിയ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ട്രഷർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വേർഡിക്റ്റിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഇനി മുന്നോട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പോകും. ഈ സിനിമയുടെ നല്ല ഒരു സിനിമയുടെ വെർഡിക്റ്റ് അനുസരിച്ചിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തൊക്കെയാണ് അപ്പം അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നവര് ഇപ്പൊ ഒരു സിനിമയായിട്ട് വരുമ്പോൾ അത് ടോവിനോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതപ്പോ എങ്ങനെയാണ് നമ്മൾക്ക് എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും പ്രേക്ഷകന് അറിയേണ്ട കാര്യമില്ല. പ്രേക്ഷകന് സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ ആ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയല്ലേ, നീതികേടല്ലേ. നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും, ഇത് ഇത്ര സെൻറ്ററിലോട് വരും, ഒന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെ ഒന്നും നമ്മളുടെ കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും എടുത്ത് കാണിക്കും എന്നിട്ട് ഞാൻ ഒന്ന് അഭിനയിക്കാം എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക. കാര്യം വെച്ചാൽ പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും. പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ ചെയ്ത് എല്ലാവർക്കും കൂടെ കിട്ടുന്ന ഒരു സിനിമയാവാം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഉൾപ്പെടെ. അപ്പോൾ ഞാനൊരു സൗഹൃദത്തിൻ്റെ പുറത്തൊരു മോശം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പിൾസിനെതിരായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറേയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് പോളിഷ് ചെയ്തും സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ആ ക്യാമറയുടെ ബാക്കിലിരിക്കുന്നതുകൊണ്ടാണ് കാണാൻ ശബ്ദം വെച്ച് പിടിച്ചോളാം. ട്രെയിലർ പറഞ്ഞ സമയത്ത് പറയുന്നു, ഇപ്പോഴും പറയുന്നു, സിനിമ എക്സ്പെക്ടേഷനോടെ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും കാണാൻ പറയണ്ട. ഒരു ബ്ലാക്ക് ക്യാപ്പ് ഒന്ന് കണ്ടാൽ മതി. ഈ ഓവർ എക്സ്പെക്ടേഷൻസ് അങ്ങനെ ഓവർ ഹൈപ്പ് അത് എപ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ആവുന്നത്? അത് ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുന്നത്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്? നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇങ്ങനെ പറയുന്നത്. ഒരു മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞിടെ പറയുണ്ടായി. അതായത് ഇപ്പം മലയാള സിനിമകളെക്കാളും മറ്റ് അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ടായി. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷെ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളിൽ ഇവിടെ പ്രാധാന്യം കൂടുമ്പോൾ മലയാളത്തിന് ഇവിടെ പ്രാധാന്യം കുറയണം. ആസ് ആൻ ആക്ടർ അഭിനയിക്കുന്ന നല്ലൊരു ആക്ടറാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആസ് എൻ ഓഡിയൻസ് നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും? ആസ് എൻ ഓഡിയൻസ് മലയാള സിനിമകൾ ഇച്ചിലൂടെ മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകൾ ഇച്ചിലൂടെ അംഗീകരിക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നു. അംഗീകരിക്കപ്പെടണം എന്നല്ലേ പറഞ്ഞത്? ആരാണ് അംഗീകരിക്കേണ്ടത്? അല്ല, ഇച്ചിലൂടെ തിയേറ്ററുകളിലായാലും ഇപ്പോൾ ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചകൾ ഓടിക്കൊടുന്ന തിയേറ്ററുണ്ട്. ഒരു മറ്റ് ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ നല്ല സിനിമയായിരിക്കാം. പക്ഷെ അത് ഇച്ചിലൂടെ തിയേറ്ററിൽ തന്നെ കൂടുമ്പോൾ ആളുകൾ അതിലായിരിക്കും കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പുറത്തൊരു മലയാള പടം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് ഞങ്ങളുടെ സിനിമകൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്.
അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ടുണ്ട്. ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിലും അതേ എഫേർട്ടുണ്ട്. ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് നമ്മൾ ഇത്രയും പണിയെടുത്തൊരു സിനിമ ചെയ്യുന്നത് സിനിമ നന്നാവണം എന്നാഗ്രഹിച്ച് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. പരമാവധി പ്രമോഷൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ വരാൻ പറ്റുള്ളൂ, വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക. തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. മോശം സിനിമയാണെങ്കിൽ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കേണ്ട, പ്രോബ്ലം. അതിൽ പരം നമുക്കിതിൽ എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക? മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളുടെയൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രൊമോഷന് ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കും അതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചു, കേരളത്തിൽ നമ്മളുടെ ഒരു സിനിമാ കൾച്ചർ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഇല്ല. അപ്പോൾ നമുക്കൊരിക്കലും 1000 കോടിയുടെ പടമായിട്ടോ 500 കോടിയുടെ പടമായിട്ടോ അതിനുള്ള ബഡ്ജറ്റൊന്നും നമ്മളിലില്ല. നമുക്ക് അതിനുള്ള ഭാഗമുള്ളതല്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും. ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 15-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല. സിനിമകൾ നല്ലതാണെങ്കിൽ അതിനെ കൈവിടാതിരിക്കുക. നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത്? ഇപ്പം തന്നെ ഞാൻ കണ്ടോളൂ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്. ഞാൻ ഭയങ്കര പ്രതീക്ഷ ലഭിച്ചിരിക്കുന്ന സിനിമ. എനിക്ക് അതിൻ്റെ കഥ അറിയാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട്. ഞാനത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും. അതേപോലെ ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മൾ തുണ്ട് എന്ന് പറയുന്ന സിനിമ ബിജുവേട്ടൻ്റെ പടം, അതിൻ്റെ ഡയറക്ടർ തല്ലുമാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫറും മറ്റു പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിലൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാവാറില്ല. ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല ഒന്നും. എല്ലാം ഒരു ശ്രമമല്ലേ. ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി, പരാജയപ്പെട്ടാൽ അടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരണം. അതൊരു പരാജയമാണ്. സിനിമ നന്നാവുക, സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ്. സിനിമ ഭയങ്കര നന്നായിട്ട് പെർഫോമൻസുകൾ മോശമായ ഒരു പരാജയമാണ്. പക്ഷെ ഇതൊന്നും എന്നാൽ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ രാവിലെ കുളിച്ച് കൂട്ടപ്പുറമായിട്ട് നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ എടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലികളെക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധിയിടുകയാണ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞാലേ ഞങ്ങളുടെ ജോലി അങ്ങനെ നന്നായി ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും കാത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു പടത്തിന് ശേഷം കഥ കേൾക്കുന്ന സിനിമകളല്ല ഞാൻ ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ചെയ്യാനിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടില്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും
ഞാൻ ആ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് പുതിയ സിനിമയിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് സ്ഥിരമായിട്ട് ചെയ്താൽ എനിക്കും ബോറടിക്കും, നിങ്ങൾക്കും ബോറടിക്കും. ഏതെങ്കിലും കഥാപാത്രം ചെയ്യുമ്പോൾ ശബ്ദം വെച്ച് പിടിച്ചു ഒരു ആക്ടറുടെ ഡ്രീം ആയിരിക്കും അവനോട് തന്നെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ തന്നെ മാർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടുക എന്നുള്ളത്. അപ്പം ആട് ജീവിതത്തിൽ പൃഥ്വിരാജ് പറഞ്ഞു ഇനി ഇതേപോലത്തെ ഒരു കഥാപാത്രം ഞാൻ ചെയ്യില്ല, അത്രയും എഫേർട്ട് ഇട്ട്. അപ്പൊ അതേപോലെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടൊരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞെന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഇതുപോലെ നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇങ്ങനൊരു പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനൊരു ടെംപ്ലേറ്റ് എൻ്റെ മനസ്സിലില്ല. ഒരു കഥ കേൾക്കുമ്പോഴായിരിക്കും ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിയിട്ട് നമ്മൾ ചെയ്യുന്നു. അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്നതുപോലത്തെ എന്നെ ചലഞ്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ അത്ര ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുമല്ല. ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ആളുമാണ്. എല്ലാ സിനിമയും എല്ലാ ദിവസവും ഷൂട്ടും എനിക്ക് ചലഞ്ചിങ് തന്നെയാണ്. സർപ്രൈസ് ആയിരുന്നു. ഒരു 150 പേരുള്ള സെറ്റിൽ എല്ലാ ദിവസവും ആരുടെയെങ്കിലൊക്കെ ബർത്ത്ഡേ ഉണ്ടാവും. അപ്പം ഞാനിങ്ങനെ രാവിലെ ചെന്നു, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ മിണ്ടില്ല. ഭയങ്കര ഷൂട്ട് കഴിഞ്ഞു, ഞാൻ റൂമിലെത്തി. താഴെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാവരും കൂടെ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് വന്നത്. കേക്ക് കേട്ട് വന്നു. പിന്നെ കുറച്ച് നേരം കേക്ക് കട്ട് ചെയ്തു. എനിക്ക് ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു. താങ്ക് യു. ഇപ്പം എന്നോട് പറയുന്നത് താങ്ക് യു ഫോർ ഓൾ ദോസ് മെമ്മറീസ്. എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ആദ്യത്തെ കൊമേഴ്ഷ്യൽ സിനിമയാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു സിനിമയാണിത്. അപ്പോൾ ഇതിപ്പോൾ നാളെ ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങളത് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പ്, ഓവർ ഹൈപ്പ് എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പം പേഴ്സണലി ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ട്രെയിലർ ടീസർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്ന പ്രേക്ഷകൻ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയാണിത്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. അപ്പം അവർ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിജയമാണ്. അല്ല, ഞാൻ ബർത്ത്ഡേയുടെ പറഞ്ഞു. എൻ്റെ കൂട്ടത്തിൽ കുറച്ചൊക്കെ പടത്തിൻ്റെ കാര്യം കൂടെ പറയണമല്ലോ. താങ്ക് യു. അവസരം കിട്ടിയപ്പോൾ ഫാദർ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഫാദറിനെ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്കും വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആർക്കും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കൊരു പുതിയ കാര്യമായിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പനാ അഭിനയിക്കാനുള്ള നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഒരു ഫോട്ടോ ഇട്ട് വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ. പക്ഷെ പിന്നീടാണ് അതങ്ങനെ ഭയങ്കര ഒരു അങ്ങനെ കുറെ പെർഫോമൻസും മുഹൂർത്തങ്ങളുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ എൻ്റെ അപ്പനായിട്ട് തന്നെയാണ് 2-3-4 ഷോട്ടിൽ ആണ് ഉള്ളത്. അത് അത്യാവശ്യം റീസെന്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷൂട്ടിന് വരുന്ന സമയത്ത് LKG പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കാണ് ഏറ്റവും കൗതുകം. ഇത്രകാലം മോനാണ് സിനിമയിൽ അഭിനയിച്ചത്. എനിക്കും അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അത് എല്ലാ കാര്യങ്ങളിലും ജീവിതത്തിൽ ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്താണ് എന്തെങ്കിലും ഉപദേശങ്ങൾ അവസാനത്തെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അപ്പൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും ചെയ്യുന്നത്. അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ചോദിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. ബാക്കി എന്ത് ജീവിതത്തിൻ്റെതായിട്ടുള്ള ഫാമിലിയുടെ കാര്യങ്ങളാണെങ്കിലും ബാക്കി എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അപ്പൻ്റെ അടുത്താണ് ഞാൻ ഉപദേശത്തിനോട് ചെല്ലാറുള്ളത്. ഇതിൽ മാത്രമാണ് എനിക്ക് അപ്പന് കുഴപ്പമില്ല പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് കുറച്ച് അതെന്ന് വെച്ചാൽ സിനിമയിലല്ലെങ്കിൽ അപ്പനങ്ങനെ സിനിമയെ പറ്റി ഭയങ്കരമായിട്ട് നോളജുള്ള ആളല്ല. സിനിമ കാണുന്ന ആളാണ് നന്നായിട്ട്. അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. കുറെ സിനിമകൾ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പരിചയമില്ലാത്ത അപ്പനെ ഒരു പുതുമുഖത്തിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ കുറച്ച് നാളെ ഒരു 10-12 കൊല്ലമായല്ലോ. ഈ ഒരു ഒറ്റ ഏരിയയിലാണ് എനിക്ക് അപ്പനേക്കാളും എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു. അഭിനയം നേരിട്ട് മുമ്പ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഒരുമിച്ചൊരു ഫ്രെയിമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾക്കൊരു ഇമോഷണൽ മൊമെന്റ് ആയിരുന്നു. ഞങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അങ്ങനെ തോന്നിയൊന്നും വരില്ല. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എടുത്തു വെക്കാനൊരു ഷോട്ടല്ലേ. അപ്പോൾ കാലങ്ങളോളം നമുക്ക് അതൊരു ഹിസ്റ്ററി അല്ലേ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു കൗതുകമാണ് കൂടുതലും രണ്ടാൾക്കും തോന്നിയിട്ടുണ്ടാവുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇമോഷണൽ ഇതും കൂടെ ഉണ്ട്.
ഒരുപാടാണ്. അപ്പം അതിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. മനസ്സിലാക്കാതെ ചോദിക്കൂ, എന്താ ചോദിക്കാൻ വന്നിട്ട് വിളിക്കാണ്. ഇപ്പൊ ഒരു ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഇന്റർവ്യൂല് കഴിഞ്ഞ ദിവസം ഡയറക്ടേഴ്സ് ആക്ടർ ആണെന്ന്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയാൻ? ഡയറക്ടറോട് ചോദിക്കണം, ഒന്ന് അഭിപ്രായം പറയാൻ പറ്റും. ഞാൻ അപ്പോഴത്തേക്ക് ആലോചിക്കേണ്ടത് ഡയറക്ടേഴ്സ് ആക്ടറാണ് ടോബി. നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ പറയുന്നത് പെട്ടെന്ന് ടോബിക്ക് മനസ്സിലാവും. പിന്നെ ക്യാരക്ടറിന് വേണ്ടി എന്തായാലും എഫർട്ട് ഇടാനും പുള്ളിക്കൊരു മടിയില്ല. നമ്മൾ സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു കോൺഷ്യസ് നമ്മൾ ആകുന്ന സമയത്താണ് നമ്മൾ ഡയറക്ടർ എന്നുള്ള രീതിയിലായിട്ട് ഞാൻ പറയുന്നത് അത് പുതിയ ഡയറക്ടർ എന്നുള്ള എന്നെ സംബന്ധിച്ചിട്ട് ഒരു സ്റ്റാർ ലൊക്കേഷനിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഫീൽ വരുമ്പോഴാണ് നമുക്ക് അറ്റൻഷൻസ് കൊടുക്കുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ടൂറിനോ നമ്മൾ എത്ര സമയം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് വേണ്ടി എത്ര എഫേർട്ട് ഇടാനും ഒരു മടിയില്ലാത്ത ആളാണ്. അപ്പം നമുക്കും അത് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ ഈസി ആവും. വേറെ നമ്മൾ കെയർ ചെയ്യേണ്ട, നമുക്കൊരു കോൺഷ്യസ് ആകണ്ട, ഒന്നുമില്ല. നമ്മൾ വളരെ അടുപ്പമുള്ള ഒരാളിനെ കൊണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നന്നായിട്ടുള്ളതാണ്. ഡയറക്ടേഴ്സ് ആക്ടറാണെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഞാനൊരു ടീം പ്ലെയർ ആണ്. അപ്പോൾ ചുറ്റുമുള്ള ക്രൂവിൻ്റെയും ഡയറക്ടറുടെയും റൈറ്ററിൻ്റെയും സിനിമാറ്റോഗ്രാഫറുടെയും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെയും ഒക്കെ സപ്പോർട്ട് കിട്ടുമ്പോഴാണ് എൻ്റെ പെർഫോമൻസ് നന്നാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊരു ടീം പ്ലെയറാണെന്ന് പറയാം ഉറപ്പായിട്ടും. ഞാൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും എനിക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈഗോ കാര്യങ്ങളോട് ഞാൻ ഒരിക്കലും ചോദിക്കാതിരിക്കില്ല. ഞാൻ ചോദിക്കും. എനിക്കത് അൾട്ടിമേറ്റ്ലി പടം നന്നാവണം, പെർഫോമൻസ് നന്നാവണം, അത്രയ്ക്ക് ഉള്ളൂ. ആദ്യമായിട്ട് സോങ്ങും വീഡിയോയും ചെയ്യുന്ന ആദ്യത്തെ മൂവിയാണ്. വീഡിയോ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സോങ്ങാണ് മൂവിയിലുള്ളത്. ഇപ്പം കഴിഞ്ഞ ദിവസം റിലീസായി. ഇപ്പം അതായത് പുള്ളി ചെന്നൈയിലായിരുന്നു. അപ്പം നമ്മൾ പടത്തിൽ സന്തോഷ് നാരായണൻ ചെയ്താൽ നന്നാവും എന്നുള്ളത് ഒരു ഓപ്ഷനായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ആ ഒരു ട്രൈ ചെയ്ത് നോക്കി. അതിനുശേഷം പടം കണ്ടപ്പോൾ പുള്ളിക്ക് ഓക്കെ ആയിരുന്നു. പുള്ളി വളരെ ഹാപ്പി ആയിട്ട് തന്നെ പടം ചെയ്തു. നന്നായിട്ട് വന്നിട്ടൊന്ന് വിശ്വസിക്കും. എന്നോട്ടോ ഞങ്ങൾ മുൻകരുതലെടുക്കുന്നതിനേക്കാളും അതുകൊണ്ട് ചെയ്തിരുന്നപ്പോൾ അത് ആ സിനിമയോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ഇൻട്രൊഡക്ഷനൊന്നുമല്ല. ഇൻട്രൊഡക്ഷനൊക്കെ എനിക്കറിയില്ല. അത് ഇതിൽ പ്രധാനപ്പെട്ട ഇതിനകത്ത് മർമ്മപ്രധാനമായിട്ടുള്ള സീനുകളൊക്കെ അങ്ങനെ ഷൂട്ട് ചെയ്തിരുന്നത് ചിലപ്പോൾ ആ സിനിമയുടെ ആസ്വാദനത്തിന്, അതായത് അത് ഞങ്ങളോട് ചെയ്യുന്ന ഒരു ദ്രോഹം എന്നുള്ളത് പോലെ തന്നെ ആ സിനിമ കാണാത്ത ബാക്കിയുള്ള പ്രേക്ഷകരോടും ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് മാന്യമായ രീതി. അതിന് മുൻകരുതൽ എത്തിയിട്ട് ഓരോ തിയേറ്ററിലും പോയിട്ട് നമുക്ക് ആരും മൊബൈൽ എടുക്കുന്നുണ്ട് നോക്കി ഇരിക്കാൻ പറ്റും. എത്രയോ പേരല്ലേ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ വരുന്നത്. അത് സ്വയം തോന്നി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ലേ ഏറ്റവും അതിൻ്റെ ന്യായം. കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കാലങ്ങളായിട്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇതുവരെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നവരെ തന്നെ വിചാരിക്കണം. നമ്മളെ സൈബർ ലോകത്ത് അത്രയ്ക്ക് നടന്ന കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ എന്ന് പറഞ്ഞൊരു സിനിമ അങ്ങനെ ഞാനും ചെറുപ്പത്തിലൊക്കെ അങ്ങനത്തെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് OTT ഉണ്ട്, തിയേറ്ററിൽ കാണാം. ലീഗലി നമുക്ക് അതിനെ കാണാനുള്ള സാഹചര്യങ്ങളുണ്ട്. ക്യാമറ പ്രിന്റിലൊന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം OTT-യിലേക്ക് പല സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ 5-6 OTT-യൊക്കെ സിം എടുക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ടും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. കാണാൻ ആളുകളുള്ളതുകൊണ്ടായിരിക്കും ഇത് ആരെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത്. കാണാൻ നമ്മൾ ഇടണ്ടെന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇത് തീരുള്ളൂ. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്ക് വിക്ടിംസ് ആണ്. നിങ്ങളാണ് പറയേണ്ടത്. എഴുത്തുകാരനോടാണ് കടൂർ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സീൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായി. എഴുത്തിൽ ഇത്തരം പൊളിറ്റിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കും സിനിമയിൽ. അല്ല, സിനിമയുടെ തിരക്കഥ ഒരുപാട് ആളുകൾ
വായിച്ച ശേഷം ഒരുപാട് ഫിൽറ്ററിങ്ങിന് ശേഷമാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള മൊമെൻറ്റിൽ പോലും അത്തരം ഡിസ്കഷൻസ് ഉണ്ടാവാറുണ്ട്. ആ സിനിമ ഇറങ്ങിയ ശേഷം ഞാനും എൻ്റെ ഡയറക്ടറും കൂടെ ഇവിടുത്തെ ഏകദേശം മെയിൻ സ്ട്രീം മീഡിയാസ് അടക്കം ഒരു 6-7 മീഡിയാസിന് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. ഇവിടുത്തെ പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സിനിമ കണ്ട ശേഷം സിനിമയുടെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളെയും കുറിച്ചും സംസാരിക്കുകയുണ്ടായി. ആർക്കും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു തോന്നലോ അത്തരം ഒരു ആംഗിളിൽ ആ ഡയലോഗിനെയോ ആ സീനിനെയോ കണ്ടിട്ടുമില്ലായിരുന്നു. പെട്ടെന്നാണ് ഇത് കുറച്ച് ആളുകൾക്ക് അത് അഫക്റ്റ് ചെയ്യുന്ന അത്തരം ഒരു സാഹചര്യത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കെല്ലാം അത് മനസ്സിലാവുള്ളൂ. അവർക്ക് അത് അവരുദ്ദേശിക്കുന്ന രീതിയിലാണ് ആ ഡയലോഗിൻ്റെ മീനിങ് അവരത് വ്യാഖ്യാനിച്ചത്. നമ്മളാരും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യവുമില്ല. ഞാൻ പ്രത്യേകിച്ച് അതൊരു സാഡിസ്റ്റായിട്ടുള്ള ഒരാളുമല്ല. ഈ സിനിമയുടെ സംവിധായകൻ ഷാജി കൈലാസോ സിനിമയിലെ നായകൻ പൃഥ്വിരാജോ ഒട്ടുമല്ല. അപ്പോൾ പക്ഷേ നമുക്കതിനെക്കുറിച്ച് നമ്മൾ അതല്ല ഉദ്ദേശിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു വിഭാഗത്തിന് അത്തരം ഒരു ചിന്ത, അത്തരം ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരെ മുറിവേൽപ്പിക്കാതെ 1 മിനിറ്റിനും 1 മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് മാന്യവും യുക്തവുമായ നടപടി. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ അങ്ങനത്തെ യാതൊരു ഡയലോഗുകളും സെൻസർ ചെയ്തിരുന്ന ഒരാളല്ല. ഈ ഇരിക്കുന്ന ഡാർവിനോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ടോബി ബ്രോയോ ഒക്കെ 7-8 തവണ ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും. നാളെ ഞാൻ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന സിനിമയിൽ നായകൻ പൃഥ്വിരാജാണ്. അദ്ദേഹം ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അവർക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയും എന്നോട് പറയുകയും ഇത് ഇങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് ജനുവനാണെന്ന് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ആ സമയത്ത് തന്നെ മാറ്റും. പിന്നെ ഞാൻ എഴുതുന്ന സമയത്തും ബോധപൂർവമായിട്ട് അത്ര ആരെയും ഒരു കമ്മ്യൂണിറ്റിയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതാൻ ശ്രമിക്കുന്ന ഒരാളെ അല്ല. അപ്പോൾ അതന്ന് അങ്ങനെ കുറച്ച് ആളുകൾക്ക് അത് വിഷമം ഉണ്ടാക്കി ആ മൊമെൻറ്റിൽ നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അത് അവിടെ കഴിഞ്ഞു. എൻ്റെ അടുത്ത എല്ലാ സിനിമകളിലും അത്തരം ഡയലോഗുകൾ ഉണ്ടാവുമെന്ന് ഞാനത് ചിന്തിച്ചിരുന്ന സ്ക്രിപ്റ്റ് എഴുതുമെന്നോ ആരും വിചാരിക്കുന്നത്. അത്തരം പേടികളുണ്ടോ? ഇനി എഴുത്തിൽ അത്തരം പേടികളുണ്ടായിരുന്നു? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 2 വർഷം മുമ്പ് ഇറങ്ങിയ സിനിമ, ആ സിനിമയിൽ ഇങ്ങനെ മനഃപൂർവ്വം എല്ലാവരും തെറ്റുണ്ടായി എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും അത് നിരുപാധികം മാപ്പി വയ്ക്കുകയും ആ സീൻ നീക്കം ചെയ്യുകയും ചെയ്തിട്ട് എല്ലാവരും മറന്നിടുന്ന ഒരു കാര്യം ഇവിടെ വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി ഓർമ്മിപ്പിച്ചതിൽ ഒരു സുഖം കിട്ടി അല്ലേ? ഒരു കണ്ടന്റ് കിട്ടിയില്ലേ? തെറ്റേറ്റ് പറഞ്ഞ് എഴുതുകാരൻ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് എഴുതുകാരൻ അല്ല. അങ്ങനെയാണ് കണ്ടന്റിൽ വാർത്ത വരാം, മറ്റേ ഹെഡ്ലൈൻ അങ്ങനെ വരാം. ഒരു സുഖം കിട്ടിയില്ലേ? കണ്ടപ്പോൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തായാലും ഞാൻ പുറത്തു വെച്ച് കണ്ടില്ല, ഓർമ്മയുണ്ടെന്ന്. കൊള്ളാം, ഐ അപ്രീഷിയേറ്റ് ഇറ്റ്. ടോവിനോയ്ക്ക് ഇത്തരം പേടിയുണ്ടോ? ഇങ്ങനെ ഇത്തരം സ്ക്രിപ്റ്റുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ? എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. അപ്പൊ ഇത്തരം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റൊക്കെ വന്നാൽ അഭിനയിക്കുന്ന ഒരു ആരെങ്കിലും ആ മുഖത്തേക്ക് കൊണ്ടു വെക്കാമോ? കാരണം എല്ലാവരും ഒരു സൈഡ് മാത്രം കാണുള്ളൂ. വെച്ചില്ലേ? ആ ചോദിക്കും. അല്ല, അത്തരം അഭിനേതാവാണോ അങ്ങനെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാനൊരു പടത്തിൽ വില്ലൻ വേഷം ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അയാൾ വൃത്തിയായിട്ടവരാണെന്ന് വിചാരിക്കുക, അയാൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഞാൻ പറയണോ ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സീനുകളോ ഡയലോഗുകളോ ഉണ്ടാവുന്നതിനേക്കാൾ അങ്ങനെയുള്ള സീനുകളെ ഡയലോഗുകൾ ഗ്ലോറിഫൈ ചെയ്യുന്നതാണ് തെറ്റ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ പറ്റി കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചോദ്യമേ ചോദിക്കേണ്ട കാര്യമില്ല. കുഴപ്പമില്ല. അല്ല, നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടിയോ, എക്സ്ക്ലൂസീവായോ, പുള്ളി ഒന്ന് ട്രാക്ക് മാറ്റാൻ നോക്കിയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ല ട്രാക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരെ പോയിക്കൊണ്ടിരിക്കാനോ? ഞാൻ നിർത്തിയോ? ഞാൻ എന്ത് നിർത്തി? നിങ്ങളെ കാണാൻ കിടക്കിടയിലുള്ളൂ. നിർത്തിയിട്ടില്ല. അങ്ങനെ നിർത്തേണ്ട കാര്യമുണ്ടോ? മോശമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും, മോശമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇന്റിമേറ്റ് സീൻ എന്ന് പറഞ്ഞിട്ട് ആ അപ്പൊ ഞാനൊരു കഥ വരുമ്പോ ഇതും കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു സിനിമയില് സാഹചര്യം വന്നാലല്ലേ ചെയ്യേണ്ട കാര്യം. നാളെ തന്നെ വേണോ? ഞാൻ പറഞ്ഞെടുത്ത അത് കേട്ട് നമുക്കത് ഇഷ്ടപ്പെട്ട് ഒരു സിനിമയായിട്ട് ഒരു പ്രൊജക്റ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആലോചനകളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. Okay, thank you. Last 2 questions.
ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ ഉള്ള മൂവി ആയിട്ട് തോന്നി. അപ്പോൾ പ്രേക്ഷകൻ എന്ത് പ്രതീക്ഷിച്ചാണ് ആ ടേം ശ്രദ്ധിച്ചോ, സോ കോൾഡ് പ്രകൃതിപ്പടം. ഈ സോ കോൾഡ് പ്രകൃതിപ്പടം എന്ന് പറയുന്ന ടേം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാക്കിയിട്ട് എത്ര കാലമായി? അതിനു മുമ്പ് ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ OTT നിങ്ങൾ ഈ പറയുന്ന പ്രകൃതിപ്പടങ്ങൾ വഴി തന്നെയല്ലേ മലയാള സിനിമ സംസാരിക്കപ്പെട്ടിട്ടുള്ളത്? മോശമല്ലേ? അത് ഓരോ സമയത്തും സിനിമയുടെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അതിന് പ്രകൃതിപ്പടവും വികൃതിപ്പടവും അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഒരേപോലത്തെ അല്ലെങ്കിൽ സിമിലർ പാറ്റേണുള്ള കുറേ സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമുക്കൊക്കെ ബോറടിക്കും. ഇനി കുറച്ചു കാലം വേറെ തരം സിനിമ കാണാൻ നമുക്ക് തോന്നും. ഇതും ബോറടിക്കും. എഴുതി വെച്ചോ, പ്രകൃതിപ്പടങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും, അന്ന് നിങ്ങൾ ഓർക്കുകയും ചെയ്യും. താങ്ക് യു. നിങ്ങൾ ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമകളല്ലേ പ്രകൃതിപ്പടങ്ങൾ എന്ന് പറഞ്ഞത്? റിയലിസ്റ്റിക് സിനിമകളിലും നല്ലതും മോശമുണ്ട്, അല്ലെങ്കിൽ മാസ് മസാല സിനിമകളിലും നല്ലതും മോശമുണ്ട്. അങ്ങനത്തെ സിനിമകൾ മാത്രമാണോ പ്രകൃതിപ്പടങ്ങൾ എന്ന് വിളിച്ചിട്ടുള്ളത്? ഒരു പടം ഇച്ചിരി സ്ലോ ആയാൽ, കളക്ടറോടൊന്നും ഇച്ചിരി താഴെ പോയാൽ, ഒരു ഇച്ചിരി സമയമെടുത്ത് കഥ പറഞ്ഞാൽ ഉടനെ അതിന് പ്രകൃതിപ്പടം എന്ന് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ആ പറയുന്ന സോക്കോൾഡ് പ്രകൃതിപ്പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സോക്കോൾഡ് പ്രകൃതിപ്പടം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ മോശമല്ലേ? ഒരിക്കലും അതിനെ കണ്ട് ആസ്വദിച്ചിട്ട് പിന്നീട് അതിനെ തള്ളി പറയുന്നത് മോശമല്ലേ? ശരിയാണ്, അങ്ങനെയുള്ള സിനിമകൾക്ക് ഇവിടെ ഡിമാൻഡില്ല. ഡിമാൻഡുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ഇനിയും വരും. അങ്ങനെയല്ലേ എല്ലാവരും 10-20 കൊല്ലം കൂടുമ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നാട്ടുമ്പുറം കഥകളൊക്കെ കുറേ ഉണ്ടായിട്ട് പിന്നെ കുറേ നാളെ ബോംബെ പോയിട്ട് ഇടികൂടി അത് കഴിഞ്ഞ് കുറേ അങ്ങനെ പലതരം സിനിമകൾ ഇങ്ങനെ പാറ്റേൺ പോലെ വന്നു പോയില്ലേ? അതിന് ഏതെങ്കിലും ഒരു തരം സിനിമയെ മാത്രമല്ല തള്ളി പറയേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. നിങ്ങൾ എല്ലാ തരം സിനിമകളും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയുകയാണെങ്കിൽ നല്ല സിനിമയും മോശം സിനിമയും നിങ്ങൾക്ക് വേർതിരിച്ച് പറയാം. അല്ലാത്ത എല്ലാ സിനിമയാണ്. അത് പ്രകൃതിയാണോ വികൃതിയാണോ മാസമാണോ ആക്ഷനാണോ ഹൊററാണോ ഒന്നും നോക്കണ്ട. നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കിയാൽ മതി. എല്ലാത്തിനും അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്തുവേണം ചെയ്യാം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാനല്ല പറയുന്നത്. ഡയറക്ടറെ അടുത്താണ് ഒരു ഇപ്പൊ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ഒരു അത് ഇറങ്ങി കഴിയുമ്പോഴേക്കും പറയണ ഇത് OTT വന്നാലും ഒരു രണ്ടാമത് ഒരാൾ കേൾക്കുമ്പോൾ എന്നാ അങ്ങനെ പറയല്ലോ OTT വരെ കാത്തിരിക്കാം. അതായത് ഒരു പ്രേക്ഷകന് 100 രൂപ അല്ലെങ്കിൽ 150 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണുമ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് എത്ര ആളോട് പറയുകയാണ് കുഴപ്പമില്ല കണ്ടിരിക്കാം എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നു ഇതൊരു കണ്ടിരിക്കാന്നാണ് പറഞ്ഞത്. ഒരു OTT വരെ നോക്കാം എന്നായിരിക്കും കേൾക്കുന്ന ഒരു നോർമൽ ഒരു അല്ലെങ്കിൽ ഒരു ഡെയിലി വർക്ക് ചെയ്യുന്നവരാണ് ചിന്തിക്കുന്നത്. അപ്പം ശരിക്കും അതൊരു സിനിമ അഫക്ട് ചെയ്യുന്നവരായിട്ട് തോന്നുന്നു. ഒരു ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ വർക്ക് ഒരു വലിയ സ്ക്രീനിൽ ഒരു 100-1000 പേര് ഒരു സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഉണ്ടെന്ന് ഫീൽ ഉണ്ടല്ലോ. ഒരു ഡയറക്ടർ എന്ന് നോക്കുമ്പോൾ അത് എന്താ പറയുക, അത് OTTs വരുമ്പോൾ അത് നശിക്കപ്പെടുന്നു. ബിസിനസ് നടക്കുന്നുണ്ടാവും, ബട്ട് ഒരു ആർട്ട് എന്ന ലെവലിൽ അത് നശിക്കപ്പെടുന്നു വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ എല്ലാ സിനിമകളും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുന്നതാണ്. തിയേറ്ററിൽ മിസ്സായി പോകുന്ന സിനിമകൾ മാത്രമാണ് പണ്ട് നമ്മൾ TV വരുമ്പോൾ കാണും, സാറ്റലൈറ്റ് അന്നത്തെ കാലത്ത് കാണുമായിരുന്നു. ഇപ്പോൾ അത് OTT വരുമ്പോൾ കാണുന്നില്ല. അത് OTT സിനിമകൾ തിയേറ്റർ സിനിമയെന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണാറില്ല. ഇപ്പം എനിക്ക് KGF മിസ്സായി പോയാലും ഞാൻ OTT-യിലായിരിക്കും കാണുന്നത്. അല്ലാതെ വലിപ്പം നോക്കിയിട്ടല്ല, കണ്ടന്റ് നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ സിനിമകൾ പ്രിഫർ ചെയ്യുന്നത്. അത് മാക്സിമം തിയേറ്ററിൽ കാണാൻ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കാറ്. പിന്നെ അങ്ങനെ ഈ പടം OTT-ക്ക് വേണ്ടി അങ്ങനെ ഒരിക്കലും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നല്ല സിനിമകളാണെങ്കിൽ അത് തിയേറ്ററിലാണെങ്കിലും OTT-യിലാണെങ്കിലും അങ്ങനെ തരംതിരിക്കേണ്ട ആവശ്യമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, പലപ്പോഴും അങ്ങനെ തിയേറ്ററിൽ വിജയിക്കാതെ OTT-ൽ ഇറങ്ങുമ്പോൾ അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അങ്ങനെ പലപ്പോഴും പല സിനിമകൾ അങ്ങനെ വന്ന് വിജയിച്ച് അങ്ങനെ പോയിട്ടുണ്ട്. അത് ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരാത്തത് കൊണ്ടാണ് OTT വരുമ്പോൾ അഭിപ്രായം വരുന്നത്. അങ്ങനെ മീൻസ് ആ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് OTT കിട്ടില്ല. നമ്മൾ മാത്രം ഇരുന്ന് കാണുന്നു അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിലിരുന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസും നമ്മൾ തിയേറ്ററിൽ കാണുന്ന ഇപ്പോൾ സൗണ്ട് ആണെങ്കിലും വിഷ്വൽ ആണെങ്കിലും ഒക്കെ ആ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് OTT കിട്ടില്ല. അപ്പം അത് മിസ് ചെയ്യുന്നത് എപ്പോഴും ഓഡിയൻസ് തന്നെയാണ്. അത് OTT വരുമ്പോഴാണ് അവർ കാണുമ്പോൾ അതിൻ്റെ അഭിപ്രായം വരുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അത് തിയേറ്ററിൽ കാണും. ഇപ്പൊ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്നത് ടെൻഷനെ കുറിച്ചായിരുന്നു. നല്ല ടെൻഷനുണ്ട്. പ്രൊഡക്ഷന്റെ ഭാഗത്തുനിന്നുള്ള ടെൻഷനല്ല, അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എനിക്കത് വലിയ ടെൻഷനുള്ള കാര്യമല്ല. പക്ഷെ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എൻ്റെ ടെൻഷൻ. അതെങ്ങനെ ആളുകൾ എടുക്കുന്നു എന്നുള്ളത് വലിയ ടെൻഷനാണ്.
അത് മാത്രമേ ഉള്ളൂ. പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് എനിക്ക് 0% ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്കില്ല. എൻ്റെ ക്രിയേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അതിൻ്റെ റിസൾട്ട് അറിയാൻ വലിയ ആകാംക്ഷയും അറിയുന്നത് വരെ വലിയ ടെൻഷനുണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഫൈനൽ വേർഡ്സ് ടോണി ചേട്ടൻ. എൻ്റെ ഫൈനൽ വേർഡ്സ് കുറേ തവണ പറഞ്ഞ വാക്കുകൾ തന്നെയാണിത്. നിങ്ങൾക്ക് ഈ സിനിമയുടെ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ള കണ്ടന്റുകളൊക്കെ കണ്ടിട്ട് ഇംപ്രസീവായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള തരം ഒരു സിനിമയാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യരുത്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ OTT കണ്ടിട്ട് നല്ലതെന്ന് പറയേണ്ടി വരും. നന്നാവാൻ പരമാവധി നന്നാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പോലെ പ്രകൃതിപരമായിട്ടോ കാണാൻ തോൽപ്പില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കാണണ്ട. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നിർബന്ധിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതില്ല. കാണാൻ തോന്നുന്നവർ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യാനില്ലാത്തൊരു ഉപകാരമല്ലേ, അത് നല്ലതാണെന്ന് ആൾക്കാരോട് പറയുക. താങ്ക് യു.